माता के, बोलो भारत माता के, बोलो भारत माता के। जय 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 बीजेपी, जय 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 बीजेपी, जय 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 भारत माता, 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 जय 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 बीजेपी, जय 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 बीजेपी। സ്ഥാനാർത്ഥികളെ സ്വീകരണമാണ് നടക്കുവാൻ പോകുന്നത്. ഇവിടെ പേര് വിളിക്കുന്ന സ്ഥാനാർത്ഥികൾ ഈ വേദിക്ക് മുന്നിലേക്ക് എത്തിച്ചേരുവാൻ വിനയപൂർവ്വം അഭ്യർത്ഥിക്കുന്നു. ഭാരതീയ ജനതാ പാർട്ടിയുടെ തലമുതിർന്ന നേതാവും BJP രണ്ടാം വാർഡ് പ്രതിദാനം ചെയ്യുന്ന പാർട്ടിയുടെ തലമുതിർന്ന നേതാവ്, മുൻ ജില്ലാ അധ്യക്ഷൻ, പാർട്ടിയുടെ സംസ്ഥാന കമ്മിറ്റി അംഗവുമായ ശ്രീ തകഴി അപ്പച്ചേട്ടനെ സ്ഥാനാർപ്പണം നടത്തുവാൻ ബഹുമാന്യ രാജ്യസഭാ MP ശ്രീ സുരേഷ് ഗോപി അവരെ ആദരപൂർവ്വം ക്ഷണിക്കുന്നു. നേമം ബ്ലോക്ക് പഞ്ചായത്ത് പള്ളിച്ചൽ ഡിവിഷനിൽ നിന്നും ജനവിധി തേടുന്ന പ്രിയങ്കരനായ പാർട്ടിയുടെ കാട്ടാക്കട നിയോജക മണ്ഡലം കമ്മിറ്റി അംഗവും എൻ്റെ അനുജനുമായ ശ്രീ രതീഷിനെ സ്വീകരണം ഏറ്റുവാങ്ങുന്നതിലേക്ക് വേണ്ടി ഈ വേദിയിലേക്ക് സഹർഷം സ്വാഗതം ചെയ്യുന്നു. പാമാങ്കോട് 1-ാം വാർഡിൽ നിന്നും BJPയുടെ സ്ഥാനാർത്ഥിയായി ജനവിധി തേടുന്ന ശ്രീകരിയായിട്ടുള്ള ശ്രീ ലീനെ സ്വീകരണം ഏറ്റുവാങ്ങുന്നതിലേക്ക് വേണ്ടി ഈ വേദിയിലേക്ക് സഹർഷം സ്വാഗതം ചെയ്യുന്നു. ഭാരതീയ മൂക്കുന്നിമല അപ്പച്ചോട്ടന്റെ സ്വീകരണം കഴിഞ്ഞു. 3-ാം വാർഡിൽ നിന്നും ജനവിധി തേടുന്ന പ്രിയങ്കരിയായിട്ടുള്ള ശ്രീമതി മീന അവറുകളെ ഈ സ്വീകരണം ഏറ്റുവാങ്ങുന്നതിലേക്ക് വേണ്ടി ഈ വേദിയിലേക്ക് സഹർഷം സ്വാഗതം ചെയ്യുന്നു. പാർട്ടിയുടെ നിയോജക മണ്ഡലം ട്രഷററും പാർട്ടിയുടെ ജനകീയ മുഖവുമായിട്ടുള്ള ശ്രീ മുക്കുനട സജികുമാർ കുളങ്ങരക്കോണം 4-ാം വാർഡിൽ നിന്നും ജനവിധി തേടുന്നു. അദ്ദേഹത്തിന് ഈ സ്വീകരണം ഏറ്റുവാങ്ങുന്നതിലേക്ക് വേണ്ടി ഈ വേദിയിലേക്ക് സഹർഷം സ്വാഗതം ചെയ്യുന്നു. നടുക്കാട് 5-ാം വാർഡിൽ നിന്നും ജനവിധി തേടുന്ന ശ്രീ പത്മ ടീച്ചറെ ഈ വേദിയിലേക്ക് സഹർഷം സ്വാഗതം ചെയ്യുന്നു. 6-ാം വാർഡിൽ BJP സ്ഥാനാർത്ഥിയായി ജനവിധി തേടുന്ന ശ്രീ സന്തോഷ് രാജിനെ ഈ വേദിയിലേക്ക് സഹർഷം സ്വാഗതം ചെയ്യുന്നു. 7-ാം വാർഡ് വെള്ളാപ്പള്ളി ജനവിധി തേടുന്ന പ്രിയങ്കരിയായിട്ടുള്ള ശ്രീ മാലിനി MLനെ ഈ സ്വീകരണം ഏറ്റുവാങ്ങുവാൻ ഈ വേദിയിലേക്ക് സഹർഷം സ്വാഗതം ചെയ്യുന്നു. 8-ാം വാർഡ് ശ്രീ മുക്കമ്പാലമൂട് വാർഡിൽ നിന്നും ജനവിധി നേടുന്ന ശ്രീ മഞ്ജു സുരേഷിനെ ഈ വേദിയിലേക്ക് സഹർഷം സ്വാഗതം ചെയ്യുന്നു. 9-ാം വാർഡിൽ നിന്നും ജനവിധി നേടുന്ന ശ്രീ താന്നിവിള വാർഡിലെ ശ്രീ രമ്യ മോളെ ഈ വേദിയിലേക്ക് സഹർഷം സ്വാഗതം ചെയ്യുന്നു. 10 വടക്കേവിള വാർഡിൽ നിന്നും ശ്രീമതി രമ അവറുകളെ ഈ സ്വീകരണം ഏറ്റുവാങ്ങുവാൻ ഈ വേദിയിലേക്ക് സഹർഷം സ്വാഗതം ചെയ്യുന്നു. പൂങ്കോട് 11-ാം വാർഡിൽ BDJSന്റെ തിരുവനന്തപുരം യുവജന വിഭാഗത്തിന്റെ ജില്ലാ സെക്രട്ടറി ആയിട്ടുള്ള ശ്രീ രഞ്ജൻ അവറുകൾക്ക് മോതിരമടയാളത്തിൽ വോട്ട് രേഖപ്പെടുത്തി വിജയിപ്പിക്കുന്നതിലേക്ക് വേണ്ടി സ്വീകരണം ഏറ്റുവാങ്ങുവാൻ ഈ വേദിയിലേക്ക് സഹർഷം സ്വാഗതം ചെയ്യുന്നു. ഭഗവതി നട 12-ാം വാർഡിൽ താമര വിരിയിക്കുവാൻ ഭാരതീയ ജനതാ പാർട്ടി സ്ഥാനാർത്ഥിയായി ജനവിധി തേടുന്ന ശ്രീ ജയനെ, ഭഗവതി നട ജയനെ ഈ വേദിയിലേക്ക് സഹർഷം സ്വാഗതം ചെയ്യുന്നു. 13 കേളേശ്വരം വാർഡിലേക്ക് അഡ്വക്കേറ്റ് സനൽകുമാറിനെ ഈ സ്വീകരണം ഏറ്റുവാങ്ങുവാൻ ഈ വേദിയിലേക്ക് സഹർഷം സ്വാഗതം ചെയ്യുന്നു. 14-ാം വാർഡിന്റെ പ്രിയങ്കരിയായിട്ടുള്ള ശ്രീ വിനിതയെ
ഈ സ്വീകരണം ഏറ്റുവാങ്ങുവാൻ വേണ്ടി വേദിയിലേക്ക് സഹർഷം സ്വാഗതം ചെയ്യുന്നു. 15ാം വാർഡിലെ തിരുവച്ചമൻകോവിൽ വാർഡിലേക്ക് ജനവിധി നേടുന്ന ശ്രീ ശൈലജയെ ഈ സ്വീകരണം ഏറ്റുവാങ്ങുവാൻ ഈ വേദിയിലേക്ക് സഹർഷം സ്വാഗതം ചെയ്യുന്നു. 16ാം വാർഡിന്റെ പ്രിയങ്കരനായിട്ടുള്ള പാർട്ടിയുടെ പഞ്ചായത്ത് കമ്മിറ്റിയുടെ ഉപാധ്യക്ഷൻ ശ്രീ MS രതീഷിനെ ഈ സ്വീകരണം ഏറ്റുവാങ്ങുവാൻ ഈ വേദിയിലേക്ക് സഹർഷം സ്വാഗതം ചെയ്യുന്നു. 17ാം വാർഡ് അയണിമൂട് ശ്രീ രമ അവറുകളെ ഈ സ്വീകരണം ഏറ്റുവാങ്ങുവാൻ ഈ വേദിയിലേക്ക് സഹർഷം സ്വാഗതം ചെയ്യുന്നു. 18ാം വാർഡിന്റെ സ്ഥാനാർത്ഥിയായി പ്രിയങ്കരിയായിട്ടുള്ള ശ്രീ സുഗതകുമാരിയെ ഈ സ്വീകരണം ഏറ്റുവാങ്ങുവാൻ ഈ വേദിയിലേക്ക് സഹർഷം സ്വാഗതം ചെയ്യുന്നു. 19ാം വാർഡിന്റെ ജനവിധി നേടുന്ന എനിക്ക് സ്വീകരണം നൽകുന്നതിലേക്ക് വേണ്ടി BJP രാജ്യസഭാ MP ശ്രീ സുരേഷ് ഗോപി അവരുടെ ഐശ്വര്യത്തിന് ചിഹ്നമായ ഇരുപതാം വാർഡിന്റെ ശ്രീ കവിത ഉണ്ണിയെ സ്വീകരണം ഏറ്റുവാങ്ങുന്നതിലേക്ക് വേണ്ടി ഈ വേദിയിലേക്ക് സഹർഷം സ്വാഗതം ചെയ്യുന്നു. 21ാം വാർഡിൽ പള്ളിച്ചൽ ഡോക്ടർ സുരേഷ് അവറുകളെ സ്വീകരണം ഏറ്റുവാങ്ങുന്നതിലേക്ക് വേണ്ടി വേദിയിലേക്ക് സഹർഷം സ്വാഗതം ചെയ്യുന്നു. സുന്ദരത്തേരി 22ാം വാർഡിൽ ശ്രീ ഗംഗാധരൻ അവറുകളെ സ്വീകരണം ഏറ്റുവാങ്ങുവാൻ ഈ വേദിയിലേക്ക് സഹർഷം സ്വാഗതം ചെയ്യുന്നു. 23ാം വാർഡിന്റെ പ്രിയങ്കരായിട്ടുള്ള ശ്രീ ജലജ അവറുകളെ ഈ സ്വീകരണം ഏറ്റുവാങ്ങുവാൻ ഈ വേദിയിലേക്ക് സഹർഷം സ്വാഗതം ചെയ്യുന്നു. BJPയുടെ സംസ്ഥാന സെക്രട്ടറിയും ബംഗാനൂർ ജില്ലാ ഡിവിഷനെ പ്രതിദാനം ചെയ്യുന്ന പാർട്ടിയുടെ വക്താവും BJPയുടെ ജനകീയ മുഖവുമായിട്ടുള്ള ശ്രീ അഡ്വക്കേറ്റ് S. സുരേഷ് അവർക്ക് സ്വീകരണം നൽകുന്നതിലേക്ക് വേണ്ടി ബഹുമാന്യ രാജ്യസഭാ MP ശ്രീ സുരേഷ് ഗോപി അവരെ ആദരപൂർവ്വം ക്ഷണിക്കുന്നു. നമ്മുടെ കഴിഞ്ഞ തിരുവനന്തപുരം ജില്ലാ പഞ്ചായത്തിൽ തിരുവനന്തപുരം ജില്ലയിൽ അത്ഭുതകരമായ രീതിയിലുള്ള പ്രവർത്തനം നടത്തി ബംഗാനൂർ ജില്ലാ ഡിവിഷന്റെ ജനകീയ മുഖമായി മാറിയ വികസനത്തിന്റെ തേരോട്ടം നടത്തിയ പ്രിയങ്കരിയായിട്ടുള്ള നമ്മുടെ ബ്ലോക്ക് ഡിവിഷനെ ഇപ്പോൾ പ്രതിദാനം ചെയ്യുവാൻ പോകുന്ന പ്രിയങ്കരിയായിട്ടുള്ള ശ്രീമതി ലതാകുമാരി അവർക്ക് സ്വീകരണം നൽകുവാൻ ശ്രീ രാജ്യസഭാ MP അവരെ ആദരപൂർവ്വം ക്ഷണിക്കുന്നു. ബ്ലോക്ക് സ്ഥാനാർത്ഥി ബഹുമാനിയായിട്ടുള്ള അനിത ടീച്ചറെ ശ്രീ സുരേഷ് ഗോപി MP സ്വീകരിക്കുന്നു. പ്രിയ സഹോദരി സഹോദരങ്ങൾക്ക് പ്രിയങ്കരായ പള്ളിച്ചൽ പഞ്ചായത്തിലെ സമ്മതിദായകർ, നിവാസികൾ, സുഹൃത്തുക്കളെ, എല്ലാവർക്കും എൻ്റെ വിനീത നമസ്കാരം. കേരളത്തിലെ രാഷ്ട്രീയ സ്ഥിതിയെപ്പറ്റി അല്ല, അവസ്ഥയെപ്പറ്റി എല്ലാവർക്കും വളരെ പൂർണ്ണ ബോധ്യമുള്ള ഒരു വളരെ സാധാരണമായ സ്ഥിതിവിശേഷമാണ് കേരളത്തിലെന്നുള്ളത്.
ഒരു പഞ്ചായത്ത് തെരഞ്ഞെടുപ്പ് അല്ലെങ്കിൽ തദ്ദേശ ഭരണ തെരഞ്ഞെടുപ്പ് എന്ന് പറയുന്നത് രാജ്യത്തെ സംബന്ധിച്ചിടത്തോളം അടിത്തട്ട് ഭരണപ്രദേശത്തേക്ക് അഴിമതിരഹിത സുതാര്യ വികസനം, ജനങ്ങളുടെ അടിസ്ഥാന ആവശ്യങ്ങൾ നിറവേറ്റുക, പതിറ്റാണ്ടുകൾ ഏഴിന് മേൽ പതിറ്റാണ്ട് 23 വർഷമാണ് പഞ്ചായത്തുകളുടെ സ്ഥിതിഗതിയിൽ മാറ്റങ്ങൾ കൊണ്ടുവരുവാൻ ഒരു 5 വർഷവും കിട്ടുന്ന അവസരം ജനങ്ങൾ വിനിയോഗിച്ചു പൂർണ്ണമായി ശക്തമായ ഭാഷയിൽ വിനിയോഗിക്കുവാൻ സാധിച്ചു എന്നതിൻ്റെ കണക്കെടുപ്പ് എപ്പോഴെങ്കിലും ഒരു വോട്ട് മഹോത്സവം, ഇലക്ഷൻ മഹോത്സവം വരുമ്പോൾ മലയാളികൾ, ഇത്രയും സാക്ഷരതയുള്ള മലയാളി അതിനൊരു മുൻതൂക്കം നൽകിയോ എന്നുള്ള അന്വേഷണം നടത്തണം. അതിന് സമയം അതിക്രമിച്ചിരിക്കും. ഭാരതത്തിൽ താമര വിരിയുകയില്ല എന്ന് പറഞ്ഞെടുത്താണ് 2 തുടങ്ങി ഇന്ന് ഏതാണ്ട് 303 താമര പാർലമെന്റിൽ വിരിഞ്ഞ് പൂത്തുലഞ്ഞു നിൽക്കും. അതേ ഭാഷ്യം തന്നെയാണ് കേരളത്തിലും 2016 വരെ ഉണ്ടായിരുന്നത്. താമര വിരിയില്ല എന്ന് പറഞ്ഞ് ഏറ്റവും യോഗ്യനായ ശ്രീ ഒ രാജഗോപാൽ താമരയായി വിരിഞ്ഞു നിൽക്കുകയാണ് കേരളം. അപ്പോൾ അസാധ്യം എന്ന് പറയുന്നിടത്താണ് നമ്മുടെ സാധ്യത തെളിയുന്നതെന്ന് നമ്മൾ ഒന്നിലും രണ്ടിലും തുടങ്ങും. ജനങ്ങളുടെ വിലയിരുത്തലിന്റെ ഭാഗമായിട്ടാണ് താമരയിലേക്കും കണ്ടുതിരിഞ്ഞിട്ടുള്ളത്. ഭാരതത്തിൽ ആ ഭാരതീയന്റെ കണ്ണ് തന്നെയാണ് മലയാളിയുടെയും കേരളീയന്റെയും കണ്ണ്. ആ കണ്ണ് വന്ന് തുറയ്ക്കുന്നത് അരിവാളും ചുറ്റികയും റിപ്പറിന്റെയും കൊലയാളികളുടെയും ഒക്കെ ആയുധം. അതിനേക്കാൾ യോഗ്യമാണ് താമര. പ്രതീക്ഷയാണ് താമര. വിരിയാൻ സൂര്യനിൽ നിന്നുള്ള ഊർജമേറ്റ് വാങ്ങി അത് ജനതയ്ക്ക് നൽകുവാനുള്ള ആർജവം നൽകുന്ന ഒരു പുഷ്പമാണ് താമര. കൈപ്പത്തി, പൊള്ളാം, തല്ലാം. ഇതൊന്ന് ഒരു ഇലക്ഷൻ വേദിയിൽ നിന്ന് പറയുന്നതല്ല. എന്ത് സംഭവിച്ചു? 70 വർഷത്തെ രാഷ്ട്രീയ പ്രവർത്തകരുടെ പ്രത്യയശാസ്ത്രത്തിൽ ഊന്നിയുള്ള ഭരണ പ്രകടനങ്ങൾ നിങ്ങൾ കണ്ടതല്ല, കേട്ടതല്ല, അനുഭവിച്ചതാണ്. കഴിഞ്ഞ 4 വർഷക്കാലത്തെ ഭരണത്തിന്റെ മികവ് അന്വേഷിച്ചാൽ ഇന്ന് ആ മികവിന്റെ കണക്കെടുപ്പ് നമ്മൾ നടത്തണമെങ്കിൽ കേന്ദ്ര ഏജൻസികളുടെ അടുത്ത് പോകേണ്ട ദുരവസ്ഥയാണ് ഓരോ മലയാളിക്കും ഉണ്ടായിരിക്കുന്നത്. കേന്ദ്ര ഏജൻസികൾ പറയണം അല്ലേ? അവരുടെ പട്ടികയിൽ ആരൊക്കെയാണുള്ളതെന്ന് ഊഹാപോഹങ്ങളാണെന്ന് വിശ്വസിക്കാൻ ഇനിയും മലയാളി അങ്ങനെ മണ്ണാരായി അവശേഷിച്ചു പോകും. കൃത്യമായ അവലോകനം വേണം. രാഷ്ട്രീയ ആരോപണങ്ങളല്ല കഴിഞ്ഞ 3 വർഷക്കാലമായിട്ട് കേരളത്തിൽ ഉയർന്നു വന്നിട്ടുള്ളത്. രാഷ്ട്രീയ ആരോപണങ്ങളല്ല. ആരോപണങ്ങൾ UDF അടക്കമുള്ള ഒരു MLA-യുമായി ഇന്ന് കേരളത്തിൽ നെഞ്ചു പിരിച്ചു നിൽക്കുന്ന ഭാരതീയ ജനതാ പാർട്ടിയിൽ ആരോപണങ്ങൾ ഉന്നയിച്ചു തുടങ്ങിയിട്ടുണ്ട്. 2 പ്രളയകാലവും അതിൻ്റെ പുനരുദ്ധാരണ പ്രവർത്തനങ്ങളും പുനരധിവാസ പ്രവർത്തനങ്ങളുമായി ബന്ധപ്പെട്ട് നടന്ന അഴിമതിയെ സംബന്ധിച്ച് ആരോപണങ്ങൾ ഉയർത്താൻ സാധിച്ചു. പ്രധാന ശക്തമായ ദേശീയ പാർട്ടി നയിക്കുന്ന UDF-ന് നട്ടലില്ലാതെ പോയി. ഈ കിരാതത്തെ കാലിൽ തൂക്കി വലിച്ചു തൂക്കിയെടുത്ത് അറബിക്കടലിൽ എറിയാനുള്ള ആർജവമില്ലാതെ പോയി, നട്ടലില്ലാതെ പോയി. അവരും പാതകീകളാണ്. ഇന്ന്
ഭാരതത്തിന്റെ പ്രധാനമന്ത്രി തുടങ്ങി ശ്രീ നരേന്ദ്രമോദി തുടങ്ങി ശ്രീ അമിത് ഷാ, ഞങ്ങളുടെ ദേശീയ അധ്യക്ഷൻ ശ്രീ JP നഡ്ഡ ഉയർത്തിവിട്ടിരിക്കുന്ന ഒരു തലവാചകമുണ്ട്. പഞ്ചായത്ത് സെ ലേക്കെ പാർലമെന്റ് തക്. പഞ്ചായത്ത് തുടങ്ങി പാർലമെന്റ് വരെ താമര വരിയായല്ല കൂട്ടമായി വിരിഞ്ഞു നിൽക്കും. അത് ഇന്ന് ഒരുപക്ഷെ കേരളത്തെക്കാൾ ശക്തമായി അവരങ്ങനെ ചങ്കൂറ്റം കാണിക്കാൻ വേണ്ടി ഇത് ആന്ധ്രയാണ്, ഇത് തെലങ്കാനയാണ് എന്നൊന്നും പറഞ്ഞിട്ടില്ല. പക്ഷെ താമര സാധ്യതയല്ല എന്ന് പറഞ്ഞ ആന്ധ്രയിൽ ഇന്ന് കേന്ദ്രത്തിൽ ആഭ്യന്തര വകുപ്പിൽ സഹമന്ത്രി ശ്രീ കിഷൻ റെഡ്ഡി, അദ്ദേഹം ആന്ധ്രയിലെ MP ആണ്, അദ്ദേഹം താമരയാണ്. ഇന്ന് അവിടുത്തെ തദ്ദേശ ഭരണ സ്ഥാപനങ്ങളിലെ തെരഞ്ഞെടുപ്പിന്റെ ഫലം പുറത്തു വന്നുകൊണ്ടിരിക്കുമ്പോ 14 ഫലങ്ങൾ പ്രഖ്യാപനത്തിന്റെ വക്കിലേക്ക് എത്തിക്കൊണ്ടിരിക്കുമ്പോൾ അതിൽ 10 താമരയാണ് വിരിയാൻ വെമ്പൽ കൊണ്ട് നിൽക്കുന്നത് എന്ന് പറഞ്ഞാൽ അവിടുത്തെ ജനതയിൽ വന്ന മാറ്റം. യോഗ്യമായി താമരയെ എതിർത്ത കക്ഷികളാണ് GRSഉം അവിടുത്തെ ആന്ധ്രയിലുള്ള മറ്റു കക്ഷികളെല്ലാവരും, TDP അടക്കം. ആ TDP ഇടക്കാലത്ത് നമ്മുടെ കൂടെ നെഞ്ചോട് നെഞ്ച് ചേർന്ന് നിന്നതാണ്. വളരെ സ്വാർത്ഥമായ താല്പര്യങ്ങൾക്ക് വേണ്ടി മാത്രം അവർ പിന്നെ വീണത് പടുകുഴിയിലേക്കാണ്. നമുക്കത് വമ്പിച്ച നേട്ടവും ഉണ്ടാക്കി. ആന്ധ്രയിൽ ഭാരതീയ ജനതാ പാർട്ടിക്ക് ഇല്ലാതിരുന്ന ഒരു സ്ഥിതിവിശേഷം, ഗുണകരമായ സ്ഥിതിവിശേഷം വളർന്നു വന്നു. ഇത് കേരളത്തിൽ സംഭവിക്കണമെന്നാണ് എൻ്റെ ആഗ്രഹം, എൻ്റെ പ്രാർത്ഥന. 70 വർഷം സഹിച്ചിട്ട് ഒരു 5 വർഷം പരീക്ഷിച്ചൂടെ? ഇതാണ് ഞാൻ മലയാളിയോട് ചോദിക്കുന്നത്, തിരുവനന്തപുരത്തുകാരോട് ചോദിക്കുന്നത്, പള്ളിച്ചൽ പഞ്ചായത്തിലെ സമ്മതിദായകരോട് ചോദിക്കുന്നത്. 70 വർഷത്തിൽ 40 വർഷമെങ്കിലും 30 വർഷമെങ്കിലും നിങ്ങൾ അനുഭവിച്ചില്ലേ? അതിലൊരു മാറ്റം കൊണ്ടുവരുവാൻ ഭാരതീയ ജനതാ പാർട്ടി നയിക്കുന്ന പള്ളിച്ചൽ പഞ്ചായത്തിലെ 23 പോരാളികളും തയ്യാറാണ്. അവരെ കൊണ്ട് പണിയെടുപ്പിക്കാൻ ഞാൻ തയ്യാറാണ്. ഇത് പറയുമ്പോൾ ദൃഷ്ടാന്തമായി ഞാൻ മുന്നോട്ട് വയ്ക്കുന്നത് വെള്ളായണി ഉൾപ്പെടുന്ന, വെള്ളായണി ഒരുപക്ഷെ കേരളത്തിലെ തന്നെ ഏറ്റവും വലിയ ഒരു പ്രകൃതി കേന്ദ്രം, പരിസ്ഥിതി കേന്ദ്രം, സങ്കേതം. ഒരുപക്ഷെ വിഴിഞ്ഞം പദ്ധതി വന്നു കഴിയുമ്പോൾ ഇന്ന് അവിടെയുള്ള ജലത്തിന്റെ 3 ഇരട്ടിയാണ് നമുക്ക് പട്ടണത്തെ നനയ്ക്കാനും പട്ടണത്തിന്റെ ജീവനുകളെ നനയ്ക്കാനും നിലനിർത്താനും ഈ പദ്ധതിക്ക് വേണ്ടുന്ന ജലം നൽകുന്നതിനും 3 ഇരട്ടി ജലമാണ് വേണ്ടത്. പദ്ധതി വന്നു, അത് വരുത്തില്ല എന്ന് നിശ്ചയിച്ചവർ തന്നെ അത് കൊണ്ടുവരുവാൻ വേണ്ടി വഴിയൊരുക്കേണ്ടി വന്നു. പക്ഷെ അത് സാധ്യമായത് നരേന്ദ്രമോദി എന്ന ഒറ്റ പ്രധാനമന്ത്രിയുടെ നട്ടെല്ലമെടുക്കുകൊണ്ടാണ്. അതിന്റെ ഭാഗമായിട്ട് നമുക്ക് റോഡ് വികസനം, ഇന്ന് ഈ പറയുന്ന നിങ്ങളുടെ തൊട്ടടുത്തുകൂടി ഒഴുകിപ്പോകുന്ന തമിഴ്നാട്ടിലേക്ക് പോകുന്ന എത്രയോ വർഷമായിട്ട് നമ്മൾ കട്ടവണ്ടി പാതയായിട്ട് ഉപയോഗിച്ചു, വലിയ ട്രെയിലറുകൾക്ക് വരെ. വിഴിഞ്ഞം വന്നതുകൊണ്ടാണ് അതിന് വികസനം വന്നത്. 6 വരി പാത, 41 വർഷത്തെ ചരിത്രമുണ്ട്. ഒരു കട്ടവണ്ടി റോഡായി കിടന്നിരുന്നത് പൂർത്തീകരിക്കുന്നതിന് ഒരു നിതിൻ ഗഡ്കരി വേണ്ടി വന്നു. 2015 34,000 കോടി, പിന്നെ ഒരു 3 ചില്ലുവാനം കോടിയും കൂടെ ചേർത്ത് 3000 ചില്ലുവാനം കോടിയും കൂടി ചേർത്ത് 37,000 കോടിയാണ്. ഞാൻ ചോദിക്കുന്നത് 10 വർഷം UPA 1ഉം 2ഉം ഭരിച്ചിട്ട് കേരളത്തിൽ നിന്ന് 6 മന്ത്രിമാർ ഉണ്ടായിട്ടും ഇത് സാധ്യമായില്ലേ? അതിൽ ഒരു മന്ത്രി ആലപ്പുഴയുടെ MP 40 വർഷമായി അവിടുത്തെ ബൈപ്പാസ് വളരെ ഗതികേട് പിടിച്ച അവസ്ഥയിൽ
ഇനി അത് സാധ്യമാവില്ല എന്ന് പറയുന്ന ഘട്ടത്തിൽ നിന്ന് ഉയർത്തിക്കൊണ്ടുവന്ന് ഈ അടുത്ത വർഷം ജനുവരി മാസത്തിൽ പ്രധാനമന്ത്രി നരേന്ദ്രമോദി അത് കേരളത്തിനും മലയാളിക്കും സമർപ്പിക്കും. ആലപ്പുഴ ബൈപ്പാസ്, കൊല്ലം ബൈപ്പാസ് ഒട്ടും വേറിട്ട അവസ്ഥയായിരുന്നില്ല. 38 വർഷം. അപ്പോ നരേന്ദ്രമോദി നയിക്കുന്ന ഭാരതത്തിലെ കേന്ദ്ര സർക്കാർ അതിന്റെ മിടുക്ക് നിങ്ങളുടെ കൺമുന്നിൽ, നിങ്ങളുടെ അനുഭവത്തിലേക്ക് കൊണ്ടുവന്നിട്ടുണ്ടെങ്കിൽ കല്ലിയൂർ പഞ്ചായത്ത് അദ്ദേഹത്തിന്റെ ഒരു MP-ക്ക് ഇന്ത്യയിലെ തന്നെ 10 ഒന്നാമത്തെ പഞ്ചായത്തുകൾ തിരഞ്ഞെടുത്തതിൽ അതിൽ 5ാമത്തെ പഞ്ചായത്തായി വാഴ്ത്തപ്പെടുന്ന രീതിയിലേക്ക് ഉയർത്താൻ സാധിച്ചിട്ടുണ്ടെങ്കിൽ പള്ളിച്ചലിന് അതിന്റെ ഇരട്ടി സാധിക്കും. അതുപോലെ ഭാരതീയ ജനതാ പാർട്ടി ഭരണത്തിൽ വരുന്ന കേരളത്തിലെ പഞ്ചായത്തുകൾക്കെല്ലാം ഇത് സാധ്യമാണ്. കല്ലിയൂർ പഞ്ചായത്തിനെ സംബന്ധിച്ച് ഒരു രാഷ്ട്രീയ അവകാശവാദ പ്രസംഗമല്ല നടത്തുന്നത്. നേർരേഖ, സത്യരേഖ അവിടെയുണ്ട്. നിങ്ങൾ പരിശോധിക്കണം, നിങ്ങൾ അന്വേഷിക്കണം, മനസ്സിലാക്കണം. അവിടുത്തെ പഞ്ചായത്ത് നേതാക്കളിൽ നിന്നല്ല, പ്രതിനിധികളിൽ നിന്നല്ല, ഉദ്യോഗസ്ഥരിൽ നിന്നല്ല, അവിടുത്തെ ജനതയിൽ നിന്ന് അന്വേഷിക്കണം. എന്തൊക്കെ കഴിഞ്ഞ 40 വർഷത്തെ കണക്കെടുക്കുമ്പോൾ കോൺഗ്രസിന്റെയും ഇടതിന്റെയും ഒക്കെ MP-മാർ തിരുവനന്തപുരത്തുണ്ടായിട്ടും നടക്കാത്ത എന്തൊക്കെ വളരെ ഗണ്യമായ മാറ്റങ്ങളാണ് കല്ലിയൂർ പഞ്ചായത്തിൽ. ഒരു രാജ്യസഭ ഇവരൊക്കെ ഓമന പേരിട്ട് വിളിക്കുന്ന കെട്ടിയിറക്കിയ MP-യെ കൊണ്ട് എന്ത് നേട്ടമാണ് ആ പഞ്ചായത്തിന് ഉണ്ടായതെന്ന് നിങ്ങൾ അന്വേഷിച്ച് മനസ്സിലാക്കണം. നിങ്ങൾ ആ വികസനമാണ് കൊതിക്കുന്നതെങ്കിൽ ഞാൻ ഉറപ്പു തരുന്നു, ഈ 23 പേരുടെ മുഖം നിങ്ങൾ 23 മുഖമായി കാണണം. പക്ഷെ 23 പേരുടെയും മുഖത്തിന് ഒരു ആടയുണ്ട്, അതിനൊരു മുഖപടമുണ്ട്. അത് എന്റെ മുഖമാണ്. ഞാൻ ഉറപ്പു തരുന്നു, ഇവരെ കൊണ്ട് പണിയെടുപ്പിച്ചിരിക്കുന്നു. പള്ളിച്ചൽ പഞ്ചായത്ത് ഭാരതീയ ജനതാ പാർട്ടി ഭരിക്കണം. 23 പേരെയും നിങ്ങൾ ഗംഭീര ഭൂരിപക്ഷത്തോടെ വിജയിപ്പിച്ചയച്ചാൽ തല വണങ്ങുന്നു. അങ്ങനെ ചെയ്യുന്നതിന് മുമ്പ് തന്നെ ഞാൻ പള്ളിച്ചൽ ഗ്രാമത്തിലെ പഞ്ചായത്തിലെ സമ്മതിദായകരോട് വളരെ താഴ്മയായി അപേക്ഷിക്കുന്നു, ഈ 23 പേരെയും വിജയതിലകം അണിയിക്കണേ, പിന്തുണ നൽകണേ. ഭാരതീയ ജനതാ പാർട്ടിക്കും ശ്രീ നരേന്ദ്രമോദിക്കും പള്ളിച്ചലിന്റെ ശക്തമായ പിന്തുണ നൽകണേ എന്ന് അഭ്യർത്ഥിച്ചുകൊണ്ട് സുരേഷ് ഈ പറയുന്ന കല്ലിയൂർ പഞ്ചായത്തിന്റെ എല്ലാ പ്രവർത്തനങ്ങൾക്കും എന്റെ മുന്നിൽ നിന്നിരുന്നയാളാണ്. അതുപോലെ ലതാകുമാരി തിരുവനന്തപുരത്തെ എല്ലാ കാര്യത്തിനും വേണ്ടി എന്റെ കൂടെ നിന്നിട്ടുള്ള ഒരു പ്രവർത്തകയാണ്. ഒരുപാട് പേർ കഴിഞ്ഞ കൗൺസിലിനുണ്ടായിരുന്ന ആ 35 പേരും എന്നോടൊപ്പം പ്രവർത്തിച്ചിരുന്നവർ. തിരുവനന്തപുരം കോർപ്പറേഷൻ നമ്മൾ പിടിക്കും. ഭാരതീയ ജനതാ പാർട്ടിയുടെ മേയർ തിരുവനന്തപുരം കോർപ്പറേഷൻ ഭരിക്കും. നേടണം നമ്മൾ. നേടാനായി നിങ്ങളുടെ പിന്തുണയുണ്ടാവണം. എല്ലാവരോടും ഒരിക്കൽ കൂടി അഭ്യർത്ഥിക്കുന്നു, ഭാരതീയ ജനതാ പാർട്ടിയുടെ താമരശ്ശേരിയിൽ മത്സരിക്കുന്ന ഈ 23 പേരെയും അതിഗംഭീര ഭൂരിപക്ഷത്തോടെ വിജയിപ്പിക്കണമേ. എല്ലാവർക്കും എന്റെ സ്നേഹം, നന്ദി, നമസ്കാരം. അടുത്തതായി ജില്ലാ ഡിവിഷനെ പ്രധാനം ചെയ്യുന്ന പാർട്ടിയുടെ സംസ്ഥാന സെക്രട്ടറിയും വെങ്ങാനൂർ ജില്ലാ ഡിവിഷന്റെ സ്ഥാനാർത്ഥിയുമായ ശ്രീ അഡ്വക്കേറ്റ് സുരേഷ് അവറുകൾ ക്ഷണിച്ചു. സമാരാധ്യനായിട്ടുള്ള ശ്രീ സുരേഷ് ഗോപി MP അവർകൾ, അതോടൊപ്പം തന്നെ വേദിയിൽ സന്നിഹിതനായിരിക്കുന്ന ശ്രീ തകരി അപ്പുച്ചേട്ടൻ, പാർട്ടിയുടെ മണ്ഡലം പ്രസിഡന്റ് ശ്രീ പള്ളിച്ചൽ ബിജു, മറ്റ് ഇവിടെ സന്നിഹിതരായിരിക്കുന്ന പള്ളിച്ചൽ പഞ്ചായത്തിലെ ജനപ്രതിനിധികൾ ആകാൻ വേണ്ടി മത്സരിക്കുന്ന NDAയുടെയും BJPയുടെയും സ്ഥാനാർത്ഥികൾ, പ്രിയപ്പെട്ട സഹപ്രവർത്തകരെ, നാട്ടുകാരെ, ജനാധിപത്യ വിശ്വാസികളെ,
ദീർഘമായിട്ടുള്ള ഒരു പ്രസംഗമൊന്നുമില്ല. ഇനി ഒരൊറ്റ ചടങ്ങ് കൂടി മാത്രമേ ഇവിടെയുള്ളൂ. നമ്മളെല്ലാവരും ജനങ്ങളുടെ ഇടയിൽ നിന്ന് ഈ ചടങ്ങിൽ പങ്കെടുക്കാനായിട്ട് ഓടിയെത്തിയ സ്ഥാനാർത്ഥികളും സഹപ്രവർത്തകരുമാണ്. ഒരൊറ്റ കാര്യം ശ്രീ സുരേഷ് ഗോപി അവർ സൂചിപ്പിച്ചല്ലോ. അദ്ദേഹം കഴിഞ്ഞ 5 വർഷമായിട്ട് കല്ലിയൂർ പഞ്ചായത്ത് ദത്തെടുത്തു. നരേന്ദ്രമോദി സർക്കാരിന്റെ അഭിമാന പദ്ധതിയായിട്ടുള്ള ഗ്രാമീൺ യോജന, പ്രധാനമന്ത്രി ഗ്രാമീൺ യോജനയുടെ ഭാഗമായിട്ടാണ് MP എന്ന നിലയിൽ ശ്രീ സുരേഷ് സൻസദ് ആദർശ് ഗ്രാം യോജന എന്ന പദ്ധതിയുടെ പേരിലാണ് ശ്രീ സുരേഷ് ഗോപി MP ആ കല്ലിയൂർ പഞ്ചായത്ത് ദത്തെടുത്തത്. അതുപോലെ തന്നെ BJP ഭരിച്ച വെങ്ങാനൂർ പഞ്ചായത്ത് മറ്റൊരു MP ആയിട്ടുള്ള ശ്രീ റിച്ചാർഡ് ഹേ അദ്ദേഹം ദത്തെടുത്തിരുന്നു. ഈ 2 പഞ്ചായത്തുകൾ ഇന്ന് കേരളത്തിലെ പ്രവർത്തനങ്ങളുടെ ഏറ്റവും മകുടമായ ഉദാഹരണവും മാതൃകയുമായിട്ട് മാറിക്കഴിഞ്ഞിരിക്കുകയാണ്. ഈ സമയത്ത് തന്നെ നമ്മൾ മനസ്സിലാക്കണം, ഈ പള്ളിച്ചൽ പഞ്ചായത്ത് വരുന്ന ആറ്റിങ്ങൽ പാർലമെന്റിൽ ഒരു MP ഉണ്ടായിരുന്നു. ആ MP ഒരു പഴയ MPയുമുണ്ട്, പുതിയ MPയുമുണ്ട്. ആ MP-മാർ ദത്തെടുത്ത ഏതെങ്കിലും ഒരു പഞ്ചായത്തിനെ സംബന്ധിച്ചും അവിടെ നടന്ന ഏതെങ്കിലും ഒരു വികസനത്തിനെ സംബന്ധിച്ചും ആ MP-മാരുടെ ആൾക്കാരായിട്ടുള്ള ശ്രീ സമ്പത്തിന്റെ ആൾക്കാരായിട്ടുള്ള മാർക്സിസ്റ്റ് പാർട്ടിക്കാർക്കോ അതിനുശേഷം വന്ന അടൂർ പ്രകാശിന്റെ ആൾക്കാരായിട്ടുള്ള കോൺഗ്രസുകാർക്കോ ഈ നരുവാമൂട് അല്ലെങ്കിൽ മൊട്ടമൂട് ഭാഗത്ത് വന്ന് ഉറക്കെ പറയുവാൻ സാധിക്കുമോ എന്ന് ഞാൻ വെല്ലുവിളിച്ചുകൊണ്ട് ചോദിക്കുകയാണ്. പ്രിയപ്പെട്ടവരെ, കഴിഞ്ഞ 5 വർഷം കൊണ്ട് കല്ലിയൂർ പഞ്ചായത്തിൽ കോടിക്കണക്കിന് രൂപയുടെ വികസന പദ്ധതികൾ കൊണ്ടുവന്നു കഴിഞ്ഞിരിക്കുന്നു. അത് അന്ത്യോദയ മിഷന്റെ ദേശീയ തലത്തിലുള്ള മാർക്കിങ്ങിൽ ഇന്ത്യയിൽ 5ാം സ്ഥാനം കല്ലിയൂർ ഗ്രാമപഞ്ചായത്ത് നേടിക്കഴിഞ്ഞിരിക്കുന്നു. 5ാം സ്ഥാനമാണ് നേടിയിരിക്കുന്നത്. കേരളത്തിലെ നമ്പർ 1 ആണ് കല്ലിയൂർ പഞ്ചായത്ത്. BJP 5 വർഷം ഭരിച്ചു കഴിഞ്ഞപ്പോൾ ശ്രീ സുരേഷ് ഗോപി MP ഉൾപ്പെടെയുള്ളവരുടെ ആ പിന്തുണയോടുകൂടി അവിടെ വലിയൊരു മുന്നേറ്റമുണ്ടായി. ഇന്ന് ആ പഞ്ചായത്ത് രാത്രിയായാൽ LED-യുടെ ശോഭയിൽ തിളങ്ങുന്ന പഞ്ചായത്താണ്. ആ പഞ്ചായത്തിൽ ഒരൊറ്റ റോഡ് പോലും ഇനി ഗതാഗത യോഗ്യമല്ലാത്ത ഒറ്റ റോഡ് പോലുമില്ല. ആ പഞ്ചായത്തിൽ എല്ലാ വീടുകളിലും കുടിവെള്ളം എത്തിക്കഴിഞ്ഞിരിക്കുന്നു. ആ പഞ്ചായത്തിൽ എല്ലാ വീടുകളിലും വൈദ്യുതി എത്തിക്കഴിഞ്ഞിരിക്കുന്നു. ആ പഞ്ചായത്തിൽ വലിയ വലിയ പദ്ധതികൾ വന്നിരിക്കുന്നു. ശാന്തിവിള മാർക്കറ്റ്, ആ മാർക്കറ്റ് ആധുനികവൽക്കരിക്കപ്പെട്ടിരിക്കുന്നു. കോടിക്കണക്കിന് രൂപ ചെലവഴിച്ച് സുപ്രസിദ്ധമായ, ലോകം മുഴുവൻ സുപ്രസിദ്ധമായിട്ടുള്ള കിരീടം പാലം, വെള്ളായണി കായലിനോട് ചേർന്ന് കിടക്കുന്ന കിരീടം പാലം, അവിടെ ശ്രീ സുരേഷ് ചേട്ടനൊക്കെ വൈകാരികമായിട്ട് ബന്ധമുണ്ട്. എത്രയോ ഷൂട്ടിങ്ങുകളുടെ ലൊക്കേഷനായിരുന്നു ആ കിരീടം പാലം. ആ കിരീടം പാലം മുതൽ കരുമം വരെ ബന്ധിപ്പിക്കുന്ന, നഗരവുമായി ബന്ധിപ്പിക്കുന്ന റോഡിന് 1.25 കോടി രൂപയാണ് സുരേഷ് ഗോപി അനുവദിച്ചത്. അതുപോലെ തന്നെ പ്രധാനമന്ത്രിയുടെ സടക്ക് യോജനയുടെ ഭാഗമായിട്ട് നിരവധി റോഡുകളുടെ സ്ഥാപിക്കപ്പെട്ടിരിക്കുന്നു. കോടിക്കണക്കിന് രൂപ വരുന്ന, അങ്ങനെ എല്ലാ അർത്ഥത്തിലും ഇന്ത്യയിലെ നമ്പർ 5ഉം കേരളത്തിലെ നമ്പർ 1 പഞ്ചായത്തായി കല്ലിയൂർ പഞ്ചായത്തിനെ മാറ്റിയ ആ സംഘാടകനും ആ കാഴ്ചപ്പാടുള്ള വ്യക്തിത്വവുമാണ് ശ്രീ സുരേഷ് ഗോപി. ഞാൻ BJP-യുടെ സംസ്ഥാന സെക്രട്ടറി എന്ന നിലയിൽ പറയാൻ ആഗ്രഹിക്കുന്നു, ഇവിടെ കഴിഞ്ഞ പ്രാവശ്യം കല്ലിയൂർ പഞ്ചായത്ത് എന്ന് പറയും ദത്തെടുക്കണമെന്ന് അദ്ദേഹത്തിനോട് ആവശ്യപ്പെട്ട വ്യക്തികളിൽ ഒരാൾ ഞാനാണ്. BJP-യുടെ ജില്ലാ പ്രസിഡന്റ് എന്ന നിലയിലും കല്ലിയൂർ പഞ്ചായത്തുകാരനായിട്ടുള്ള ആളെന്ന നിലയിലും ഞാൻ അദ്ദേഹത്തിനോട് പറഞ്ഞു അത് ഏറ്റെടുക്കണമെന്ന് പറഞ്ഞു. കേന്ദ്രത്തിനെ അറിയിക്കാൻ പറഞ്ഞു. അതനുസരിച്ച് അറിയിച്ചു. അദ്ദേഹം വളരെ സന്തോഷത്തോടുകൂടി കല്ലിയൂർ പഞ്ചായത്ത് ഏറ്റെടുത്തു. ഞാൻ ഈ പള്ളിച്ചലെ BJP-യെ പ്രതിനിധീകരിക്കുന്ന 23 സ്ഥാനാർത്ഥികളുടെയും മുന്നിൽ വെച്ച്, ഏറെ രാഷ്ട്രീയ പ്രബുദ്ധതയുള്ള ഈ നാട്ടിൽ വെച്ച് ആരാധ്യനായിട്ടുള്ള ശ്രീ സുരേഷ് ഗോപി MP-യോട് പറയുന്നു, ഈ പള്ളിച്ചൽ പഞ്ചായത്ത് ഭരണം ഭാരതീയ ജനതാ പാർട്ടിക്ക് കിട്ടിയാൽ കല്ലിയൂർ പഞ്ചായത്ത് മോഡലിൽ ഈ പള്ളിച്ചൽ പഞ്ചായത്ത് നരേന്ദ്രമോദിയുടെ സഹായത്താൽ ദത്തെടുക്കാൻ അങ്ങ് തയ്യാറാകണമെന്ന് ഈ നാട്ടിനെ സാക്ഷി നിർത്തിക്കൊണ്ട് ഞാൻ അദ്ദേഹത്തിനോട് ആവശ്യപ്പെടുകയാണ്, അഭ്യർത്ഥിക്കുകയാണ്. അതൊരു അനുഗ്രഹമാണ് ഈ പഞ്ചായത്തിൽ. കേരളത്തിലെ ദേശീയ പാതയോട് ഒരുമിക്കിടക്കുന്ന ഈ പഞ്ചായത്തിൽ അനന്തമായ വികസന സാധ്യതകളാണുള്ളത്. ആ വികസന സാധ്യതകൾ ഉപയോഗിക്കാൻ കാഴ്ചപ്പാടുള്ള ഒരു നേതാവ് വേണം. ആ കാഴ്ചപ്പാടുള്ള ഒരു ദേശീയ നേതാവാണ് ശ്രീ സുരേഷ് ഗോപി MP. ആ നേതാവിന്റെ കാഴ്ചപ്പാടിനനുസരിച്ച് നരേന്ദ്രമോദി സർക്കാരിന്റെ പിന്തുണയോടുകൂടി നമുക്ക് പള്ളിച്ചൽ പഞ്ചായത്തിൽ വികസനത്തിന്റെ വസന്തമുണ്ടാക്കുവാൻ സാധിക്കുമെന്ന്
ആത്മാർത്ഥമായിട്ട് ഇവിടുത്തെ ജനങ്ങൾക്ക് വാക്ക് നൽകിക്കൊണ്ട് ഭാരതീയ ജനതാ പാർട്ടിയുടെ മുഴുവൻ സ്ഥാനാർത്ഥികളെയും വൻപിച്ച ഭൂരിപക്ഷത്തിൽ വിജയിപ്പിക്കണമേ എന്ന് ഒരിക്കൽ കൂടി അപേക്ഷിച്ചുകൊണ്ട് ഈ ജില്ലാ പഞ്ചായത്തിൽ മത്സരിക്കുന്ന അഡ്വക്കേറ്റ് സുരേഷ് എന്ന എനിക്കും അതോടൊപ്പം തന്നെ ബ്ലോക്ക് പഞ്ചായത്തിൽ മത്സരിക്കുന്ന പാർട്ടിയുടെ നേതാക്കന്മാർക്കും 23 വാർഡുകളിൽ മത്സരിക്കുന്ന പാർട്ടിയുടെ നേതാക്കന്മാർക്കും താമര 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 ചിഹ്നത്തിൽ വിജയിപ്പിക്കുക. അതോടൊപ്പം തന്നെ നമ്മുടെ രഞ്ജന് മോതിര ചിഹ്നത്തിലും BDJSന്റെ നേതാവായിട്ടുള്ള ശ്രീ രഞ്ജന് മോതിര ചിഹ്നത്തിലും വോട്ട് നൽകി വിജയിപ്പിക്കണമെന്ന് അപേക്ഷിച്ചുകൊണ്ട് അഭ്യർത്ഥിച്ചുകൊണ്ട് ഇവിടെ കൂടിയ എല്ലാവർക്കും അഭിവാദ്യങ്ങൾ അർപ്പിച്ചുകൊണ്ട് ഒരു ചെറിയ ചടങ്ങ് കൂടി ഇവിടെ നടക്കുന്നു. കല്ലിയൂർ പഞ്ചായത്തിന്റെ വികസന രേഖ ഇവിടെ ശ്രീ സുരേഷ് ഗോപി അത് റിലീസ് ചെയ്യാൻ ഏറ്റവും ധാർമ്മികമായും അതോടൊപ്പം തന്നെ പ്രായോഗികമായും ഏറ്റവും അർഹനായിട്ടുള്ള ശ്രീ സുരേഷ് ഗോപിയുടെ കരങ്ങൾ കൊണ്ട് കല്ലിയൂർ പഞ്ചായത്തിന്റെ വികസന രേഖ ഇവിടെ റിലീസ് ചെയ്യുകയാണ്. ആ ചടങ്ങിലേക്ക് കല്ലിയൂർ പഞ്ചായത്തിൽ 5 വർഷം നേതൃത്വം നൽകിയ പഞ്ചായത്ത് പ്രസിഡന്റ് ശ്രീമതി ജയലക്ഷ്മിയെയും അതോടൊപ്പം തന്നെ ഞാനിപ്പോൾ മത്സരിക്കുന്ന ജില്ലാ പഞ്ചായത്തിൽ കഴിഞ്ഞ പ്രാവശ്യം ഈ നാട് തെരഞ്ഞെടുത്ത ജില്ലാ പഞ്ചായത്ത് മെമ്പറായി വളരെ മാതൃകാപരമായി കേരളത്തിലെ മുഴുവൻ ജില്ലാ പഞ്ചായത്ത് അംഗങ്ങൾക്കും മാതൃകയായിട്ട് മാറി 15 കോടിയുടെ വികസനം ഈ വെങ്ങാനൂർ ജില്ലാ ഡിവിഷനിൽ കൊണ്ടുവന്ന ശ്രീമതി ലതാകുമാരിയും ചേർന്ന് ഇത് ഏറ്റുവാങ്ങുന്നു. ഇത് റിലീസ് ചെയ്യുന്നതിന് വേണ്ടി ആരാധ്യനായിട്ടുള്ള ശ്രീ സുരേഷ് ഗോപിയെ ക്ഷണിക്കുന്നു. ഈ യോഗത്തിൽ നന്ദി പ്രകാശിപ്പിക്കുന്നതിലേക്ക് വേണ്ടി BJPയുടെ കാട്ടാക്കട നിയോജക മണ്ഡലം ട്രഷററും 4-ാം വാർഡിന്റെ സാരഥിയുമായിട്ടുള്ള ശ്രീ മുക്കുനട സജികുമാറിനെ അതിനോടും ക്ഷണിക്കുന്നു. ബഹുമാനപ്പെട്ട ഈ ഉദ്ഘാടന പരിപാടിയുടെ അധ്യക്ഷനും ഇവിടെ വീഴ്ചകളുള്ള എല്ലാ സ്ഥാനാർത്ഥികളും നമ്മുടെ ഇന്നിവിടെ വളരെ സുഖകരമായ ദിവസത്തിലാണ് ഇന്ന് ഒത്തുകൂടിയിരിക്കുന്നത്. ഈ പരിപാടിയുടെ ഔദ്യോഗികമായ ക്രമത്തിൽ രേഖപ്പെടുത്തുക എന്നതിൻ്റെ കർത്തവ്യം ആദ്യമായി ഇവിടെ കൂടിയിരിക്കുന്ന അധ്യക്ഷനായിട്ടുള്ളവർക്കും അതുപോലെ ഉദ്ഘാടനം നിർവഹിച്ച ശ്രീ സുരേഷ് ഗോപി MP അവർക്കും പാർട്ടിയുടെ പള്ളിച്ചൽ പഞ്ചായത്ത് കമ്മിറ്റിയുടെ പേരിൽ ആവശ്യമായ നന്ദിയും കടപ്പാടും രേഖപ്പെടുത്തിക്കുന്നു. അതുപോലെ തന്നെ ഇവിടെ കൂടിയിരിക്കുന്ന എല്ലാ സ്ഥാനാർത്ഥികൾക്കും എല്ലാ നാട്ടുകാർക്കും എല്ലാ വോട്ടർമാർക്കും ഒരിക്കൽ കൂടി നന്ദി രേഖപ്പെടുത്തിക്കൊണ്ട് നിർത്തുന്നു. നന്ദി, നമസ്കാരം.